ഫ്രണ്ട്സ്, റൂഹ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇന്ന് ഞാനുള്ളത് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ഒരു സ്ഥലത്താണ്. ഫെറാറയിലുള്ള ഈ പള്ളിയിൽ 1171 മാർച്ച് 28 ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ഈ അത്ഭുതം നടന്നത്. അപ്പം ഈ അത്ഭുതം നടന്ന സ്ഥലവും ഈ പള്ളിയും നമുക്ക് കാണാം. നോർത്ത് ഇറ്റലിയിലുള്ള എമിലിയ റൊമാനിയയിലെ ഒരു നഗരമാണ് ഫെറാറ. ബൊളോനയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി പോ നദിയുടെ ഒരു പോഷക നദിയുടെ തീരത്താണ് ഈ നഗരം. ഫെറാറയിലെ വാദോ എന്ന സ്ഥലത്തുള്ള സെൻറ് മേരീസ് ദേവാലയത്തിലാണ് ഈ അത്ഭുതം നടന്നത്. 1171 മാർച്ച് 28 ഈസ്റ്റർ ദിനത്തിലാണ് ഈ അത്ഭുതം നടന്നത്. സെൻറ് മേരീസ് ബസിലിക്ക വികാരിയായിരുന്ന ഫാദർ പീറ്റർ ദി വെറോണ മുഖ്യ കാർമ്മികനും ഫാദർ ബോനോ, ഫാദർ ലെയനാർഡോ, ഫാദർ ഐമോണ എന്നിവർ സഹകാർമ്മികരുമായി ദിവ്യബലി അർപ്പിക്കുമ്പോഴാണ് ഈ അത്ഭുതം നടന്നത്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായി വിഭജന ശുശ്രൂഷയുടെ സമയത്ത് തിരുവോസ്തിയിൽ നിന്നും രക്തം തെറിച്ചു വീഴുന്നത് കണ്ട് ഫാദർ പീറ്റർ സ്തബ്ധനായി. ധാരാളം രക്തം തെറിച്ചു വീണതിനാൽ അൾത്താരയുടെ മുകളിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള മേൽത്തട്ടും അൾത്താരവിരികളും രക്തത്താൽ കുതിർന്നു. ആ തിരുവോസ്തി മാംസമായി രൂപാന്തരപ്പെട്ടു. തിരുവോസ്തിയിൽ നിന്നും രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്നത് എല്ലാവരും വ്യക്തമായി കണ്ടിരുന്നു. അതിയായ അത്ഭുതത്തോടും ദൈവഭയത്തോടും കൂടി അവർ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചു. ഈ ദേവാലയം താമസിക്കാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രക്തത്തുള്ളികളാണ്. ഇറ്റലിയിൽ ഏകദേശം 32 സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലം മാത്രമാണ് ഫെറാറ. ഫാദർ ആൻ്റണി നെറ്റിക്കാട്ട് എഴുതിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന പുസ്തകത്തിലെ വിവരങ്ങളാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പല സ്ഥലത്തിലുള്ള വിവരണങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെറാറയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിച്ചിരിക്കുന്നത്.